ഈ വർഷത്തെ ഏറ്റവും വലിയ ആകാശ പ്രതിഭാസത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. സോഷ്യൽ മീഡിയയിൽ അതിശയിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നിറയുന്നത്. കഴിഞ്ഞ രാത്രിയിലും പുലർച്ചെയും ലോകം മുഴുവൻ വിസ്മയിപ്പിച്ചത് രക്തചന്ദ്രനായിരുന്നു. രാത്രി 8:58 ഗ്രഹണം ആരംഭിച്ചത്. 11:41 ചന്ദ്രഗ്രഹണം പരമാവധി പൂർണ്ണതയിലെത്തി. എക്സ്, ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ റെഡ് മൂൺ ചിത്രങ്ങൾ ട്രെൻഡിംഗ് ആയി. പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിന്റെ പുരോഗതി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിലെ മേഘാവൃതമായ ആകാശം കാഴ്ചയ്ക്ക് തടസ്സമായി. ഏഷ്യയിലും യൂറോപ്പിലെയും ആഫ്രിക്കയിലെയും ഭൂഖണ്ഡങ്ങളിലെല്ലാം രാത്രി റെഡ് മൂൺ ദൃശ്യമായി. ഇന്ത്യയുടെ ആകാശത്തും ഇന്നലെ രക്തചന്ദ്രനെ കണ്ടു. ഇന്ത്യയിൽ ലഡാക്ക് മുതൽ തമിഴ്നാട് വരെ പൂർണ്ണ ചന്ദ്രഗ്രഹണം കണ്ടു. 2022 ശേഷം ഇന്ത്യയിൽ നിന്ന് ദൃശ്യമാകുന്ന ഏറ്റവും ദൈർഘ്യമേറിയ പൂർണ്ണ ചന്ദ്രഗ്രഹണമായിരുന്നു ഇത്. 2018 ജൂലൈ 27 ശേഷം രാജ്യത്തെ എല്ലാ ഭാഗങ്ങളിലും നിന്നും കാണാൻ കഴിയുന്ന ആദ്യ ചന്ദ്രഗ്രഹണവും ഇന്നലെ ദൃശ്യമായി. ഇന്ത്യയിൽ മുഴുവൻ ദൃശ്യമാകുന്ന പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇനി 2028 ഡിസംബർ 31 പ്രതീക്ഷിക്കുന്നത്. പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്ന സമയത്ത് ചന്ദ്രൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്ന പ്രതിഭാസമാണ് ബ്ലഡ് മൂൺ. ഈ സമയം സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി കൃത്യമായി വരും. സൂര്യപ്രകാശം ചന്ദ്രനിലേക്ക് നേരിട്ടെത്താതെ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കും. റെയ്ലി സ്കാറ്ററിംഗ് എന്ന പ്രതിഭാസമാണ് കാരണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.